അപ്പൊ വടക്കൻ ഗസയിൽ അല്ലലി ആശുപത്രിയിൽ ബോംബിട്ട് ഇസ്രായേൽ സേന എന്ന വാർത്ത സങ്കടോ. ഇസ്രായേലിലും അമേരിക്കൻ യുദ്ധക്കപ്പലിനും നേരെ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണം എന്ന് പറയുന്നു. അമേരിക്ക ഇറാനും തമ്മിൽ ആണവ കരാർ സംബന്ധിച്ച് നടന്ന ആദ്യഘട്ട ചർച്ച ഗുണപരം എന്നാണ് ഇരു രാജ്യങ്ങളെ പ്രതിനിധികൾ പറയുന്നത്. അപ്പൊ പി ജെയിംസ് ചേരുന്നുണ്ട്. ജെയിംസ്, അപ്പം ആകെ അസമാധാനമാണ് പശ്ചിമേഷ്യ ആകെ ഏതാണ്ട് വളരെ കുറച്ച് ദിവസം മാത്രം നീണ്ടുന്ന സമാധാനം ഓർമ്മയായി. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. നമുക്ക് ഒരു കാഴ്ചയുടെ കാണിച്ചു കൊടുക്കാം. നമ്മുടെ അവിടേക്ക് നോക്കൂ, അരുത് ലഹരി, അതൊന്ന് കാണിച്ചു കൊടുക്കൂ. നമ്മുടെ ഡ്രോൺ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും. അരുത് ലഹരി. ഇവിടെ ഡ്രോൺ ഇല്ല. അപ്പൊ അഭിലാഷ് തൊഴുവങ്കോട് ഒന്ന് തൊഴുതൊണ്ടൊന്ന് എടുക്കൂ അല്ലേ? ഓക്കെ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് പുൽപ്പള്ളിയുടെ വികാരം. പുൽപ്പള്ളിയിലെ ജനങ്ങളാകെ എനിക്ക് തോന്നുന്നു നമ്മുടെ 1 ലക്ഷം എന്ന് പറഞ്ഞ് 10 ലക്ഷം വല്ലോ ആയാൽ കോഴിക്കോട് ബീച്ചിൽ എന്ത് ചെയ്യും? പ്രശ്നമാവും. വെള്ളം കുടിക്കും, നാട്ടുകാരെ കുടിക്കും. ഓക്കെ, റെഡി. കേരള പോലീസിന് മൊത്തം ഇറക്കേണ്ടി വരും. കേരള പോലീസിന് വേണ്ടിയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, റെഡി. അപ്പൊ പി ബി ജെയിംസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ ഇപ്പോൾ ഡ്രോണുകൾ കാണിക്കാനാണ് നിന്നത്. ഇപ്പൊ ഇസ്രായേലിനെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 ഡ്രോണുകൾ അയച്ച് വിറപ്പിച്ചിരിക്കുകയാണ് യമനിൽ നിന്നുള്ള ഹൂതികൾ. അതിലൊന്ന് ഇസ്രായേലി സേന തകർത്ത് കളഞ്ഞുവെന്ന് പറയുന്നു. മറ്റൊന്ന് ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പേ അത് ജോർദൻ രാജ്യത്ത്, അയൽരാജ്യമായ ജോർദനിൽ വന്ന് വീണു. എന്തായാലും ഹൂതികൾക്കെതിരെ 24 മണിക്കൂറും അമേരിക്കയുടെ ആക്രമണം നടന്നിട്ടും ഹൂതികൾ അടങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അവർ അമേരിക്കൻ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള USS ഹാരിയസ് ട്രൂമാനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു. അമേരിക്കൻ യുദ്ധക്കപ്പലിനെതിരെ ആക്രമണം, ഇപ്പുറത്ത് ഇസ്രായേലിനെതിരെ ഡ്രോൺ അയക്കുന്നു. പക്ഷെ അതിനിടയിൽ ഇസ്രായേൽ ക്രൂരമായിട്ടുള്ള ആക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ഗസയിലെ അൽ അലി എന്ന ആശുപത്രിക്ക് നേരെ വലിയ ആക്രമണമുണ്ടായി. ബോംബ് വർഷം നടത്തി. ഒരുപാട് അവരുടെ എമർജൻസി കെട്ടിടങ്ങളടക്കം തകർന്നുപോയി. പരിക്ക് പറ്റിയ ആൾക്കാരടക്കം ചിലരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നേ ഉള്ളൂ. ഒരുപാട് പേരെ ഡോക്ടർമാരും എല്ലാം ചേർന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത് വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വടക്കൻ ഗസയിൽ, തെക്കൻ ഗസയിൽ, മധ്യ ഗസയിൽ, റഫയിൽ ഒക്കെ അവിടുത്തെ പാലസ്തീനികളെ ബന്ദികളാക്കി വെക്കുന്ന പോലെ ഇസ്രായേൽ പട്ടാളം വളഞ്ഞിരിക്കുകയാണ്. മുകളിൽ നിന്ന് ബോംബ് വർഷിക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളുമാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് മരണസംഖ്യ 67,000-ൽ കവിഞ്ഞു കഴിഞ്ഞ 17 മാസത്തിനുള്ളിൽ. ആ തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം, സംഘർഷത്തിലായിരുന്ന അമേരിക്കയും ഇറാനും ഇതാദ്യമായി 2018 ശേഷം 6 വർഷത്തിന് ശേഷം ആദ്യമായി ഒമാനിൽ വെച്ച് മധ്യസ്ഥ ചർച്ചകൾ നടത്തി. അത് ഗുണകരമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ് ഒരു പക്ഷത്ത്, മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. അത് ഗുണപരമാണ്, മുന്നോട്ട് പോകും എന്നുള്ള ഇതുകൂടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഹൂതികളുടെ ആക്രമണം, ഇസ്രായേലിന്റെ ആക്രമണം. ഇതിനിടയിലാണ് US ഇറാൻ ആദ്യഘട്ട ചർച്ച ഏതാണ്ട് വിജയകരമായി എന്നുള്ള വാർത്ത, ആശ്വാസകരമായിട്ടുള്ള വാർത്ത വരുന്നത്. ഒപ്പം തന്നെ ട്രംപിന്റെ പരാക്രമങ്ങൾ തുടരുകയാണ്. കമ്പ്യൂട്ടറിന്റെയും ഇതിൻ്റെയൊക്കെ വിലകൾ കുറച്ചിട്ടുണ്ട്, സ്മാർട്ട് ഫോണിൻ്റെയും. അത് ഇന്ത്യക്കും ചൈനയ്ക്കും നേട്ടമാണ്. ഐഫോൺ അടക്കമുള്ളതൊക്കെ അസംബിൾ ചെയ്യുന്നത് കൂടുതൽ ചൈനയിലും ഇന്ത്യയിലും ഒക്കെയാണ്. അല്ലെങ്കിൽ 3 ഇരട്ടി ഐഫോണിൻ്റെയൊക്കെ വില കൂടുമായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം ആണവ യുദ്ധമല്ല, വാണിജ്യ യുദ്ധമാണ്. അത് തുടരുകയാണ്. SKN ഹാഷ്മി സുഹൈൽ.